സ്പോർട്സ് ഡേ എല്ലാവരും ക്ലാപ്പ് ചെയ്യണം. എനിക്ക് കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദച്ചുമോൻ്റെ സ്പോർട്സ് ഡേ ആണിന്ന്. അങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു റെഡിയാക്കലാണ്. ലാസ്റ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ തന്നെ പാക്ക് ചെയ്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇസിയാൻ സ്പോർട്സ് സിറ്റിയിൽ വെച്ചാണ് ടൈം കിഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇന്ന് സ്പോർട്സ് ഡേ. അങ്ങനെ ദച്ചു ഹാപ്പി ആയിട്ട് കണ്ടപ്പോൾ തന്നെ അവന് ഹാപ്പിയായി. നല്ലൊരു സ്ഥലമാണ്. അതായത് 6.5 ഏക്കറിൽ ഇങ്ങനെ കിടക്കുന്ന വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്പോർട്സ് സിറ്റിയാണ്. കാണാൻ തന്നെ ഒരു ദിവസത്തെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, ഇൻക്ലൂഡിങ് ജിമ്മ്, പൂള്. അങ്ങനെ നമ്മൾ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് ഫുട്ബോൾ കോർട്ടിൽ വെച്ചാണ് നമ്മൾ ഇവൻ്റ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്കൂൾ ഇവൻ്റ് നടക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുന്ന മുമ്പ് തന്നെ എല്ലാ ഫാമിലീസും അവിടെ നേരത്തെ വന്നു കഴിഞ്ഞു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടീസിൻ്റെ കുട്ടി പരേഡാണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ അവരെ പരേഡ്. 3 സെക്ഷനായിട്ടാണ് അവരെ ക്ലാസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റെഡ് നഴ്സറി, ബ്ലൂ LKG, ഗ്രീൻ UKG, അങ്ങനെയാണ്. ടീച്ചേഴ്സൊക്കെ കുറച്ച് പാടുപെടുന്നുണ്ട് ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് എടുക്കാൻ. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി. ഫസ്റ്റ് നമ്മൾ നഴ്സറി കുട്ടീസിൻ്റെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടായത്. അത് പതുക്കെ ട്രാക്കൊക്കെ മാറി കയറുന്നു. LKG സെക്ഷൻ്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി. അങ്ങനെ മോൻ്റെ സമയമായി. ട്രാക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കുക മിസ്സ്. അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക.
ദച്ചുമോന് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമാണിത്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദച്ചുമോൻ ആഗ്രഹിച്ച പോലെ അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടാ ആയിഷിനെ വിളിച്ചോണ്ടോ?